ചന്ദ്രനെ തൊട്ട് നാസയുടെ പര്യവേക്ഷണ പേടകമായ ബ്ലൂ ഗോസ്റ്റ് സ്വകാര്യ കമ്പനിയായ ഫയർഫ്ലൈയുടെ പേടകമാണ് ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയത്. ചന്ദ്രനിൽ വിജയകരമായി ലാൻഡ് ചെയ്യുന്ന ആദ്യ സ്വകാര്യ സംരംഭമായി മാറിയിരിക്കുകയാണ് ഫയർഫ്ലൈ. ഐസൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൻ, ഇതുകൊണ്ട് ഈ വിക്ഷേപണം അവിടെ ഉണ്ടായതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ശാസ്ത്രലോകത്തെ സംബന്ധിച്ചിടത്തോളം? ദേവിക, തീർച്ചയായും ഈ വിക്ഷേപണം കൊണ്ട് വലിയ നേട്ടങ്ങളാണ് ശാസ്ത്ര ലോകത്തിന് ഉണ്ടാകാൻ പോകുന്നത്. നമുക്കറിയാവുന്നതാണ്, ചന്ദ്രന്റെ തീരെ അപരിചിതമായ ഒരു പ്രദേശത്താണ് ബ്ലൂ ഗോസ്റ്റ് എന്ന് പറയുന്ന ഈ ചന്ദ്രപേടകം, ഭാരതത്തിന്റെ ചന്ദ്രയാൻ സമാനമായ ചന്ദ്രപേടകം ഇറങ്ങിയിരിക്കുന്നത്. അവിടെയുള്ള പര്യവേക്ഷണങ്ങൾ നടത്തുക, അതുപോലെ തന്നെ അവിടെ നിന്നുള്ള പരിശോധനകൾ നടത്താനുള്ള റിസൾട്ടുകൾ ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ലഭ്യമാക്കുക എന്നതൊക്കെയാണ് വളരെ കൃത്യമായ ഒരു ദൗത്യമായി കണക്കാക്കുന്നത്. ഈ ദൗത്യത്തിന്റെ ഭാഗമായി ഫയർഫ്ലൈ എന്ന സ്വകാര്യ കമ്പനിയുടെ ഒരു സംവിധാനമാണിത്. ഈ ചന്ദ്ര പര്യവേഷണ സംവിധാനമാണ് ഇപ്പോൾ വിജയകരമായി വിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന്, അതായത് അല്പസമയം മുമ്പ് 2 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ഉള്ള സമയത്താണ് കൃത്യമായിട്ട് ചന്ദ്രപ്രതലത്തിൽ വളരെ സോഫ്റ്റ് ആയി തന്നെ ലാൻഡ് ചെയ്യുകയും ചെയ്തത്. ഇനി തുടർ പര്യവേഷണങ്ങൾ നടത്തുക എന്നതാണ് ലക്ഷ്യം. നമുക്കറിയാവുന്നതാണ്, ഫയർഫ്ലൈ എന്ന് പറയുന്ന ഒരു സ്വകാര്യ സംരംഭം നാസയുമായി ചേർന്ന് സഹകരിച്ച് നടത്തുന്ന ഈ ദൗത്യം ആദ്യമായി ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങുന്ന, ചന്ദ്ര പേടകം സുരക്ഷിതമായി ഇറങ്ങുന്ന ദൗത്യത്തിന്റെ വിജയം കൂടിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. തീർച്ചയായും ചന്ദ്രന്റെ നിരവധിയായ പര്യവേഷണങ്ങൾ ഈ ഗവേഷണ വാഹനം നടത്തുന്നുണ്ട്. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനിയും നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചന്ദ്രന്റെ പ്രതലത്തിലും അതുപോലെ തന്നെ ചന്ദ്രന്റെ ഉള്ളിലുമുള്ള ഭൂമിക്ക്, അതായത് ചന്ദ്രന്റെ പ്രതലത്തിൽ തൊട്ട് താഴെയുള്ള പ്രദേശങ്ങളിലെ ആ ഒരു അന്തരീക്ഷവും അവിടുത്തെ രാസഘടനയും അതുപോലെ തന്നെ പാറയുടെയും മറ്റും ഘടനയും എല്ലാം തന്നെ പഠിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വിക്ഷേപണ പേടകവും എത്തിയിരിക്കുന്നത്. തീർത്തും കൃത്യമായ ഒരു നിരീക്ഷണം യാഥാർത്ഥ്യമാക്കുക എന്ന ചന്ദ്രപ്രതലത്തിൽ യാഥാർത്ഥ്യമാക്കുക, അതുവഴി ചന്ദ്രനിൽ ഒരു താൽക്കാലിക സ്പേസ് സ്റ്റേഷൻ സ്ഥാപിതമാക്കുക എന്ന ലക്ഷ്യമാണ് ലോകം മുഴുവനുമുള്ള ചന്ദ്രദൗത്യങ്ങൾക്കുള്ളത്. അത്തരത്തിലുള്ള ചന്ദ്രദൗത്യങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാവുന്ന നിരവധി പരീക്ഷണങ്ങളായിരിക്കും നടക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ശരി.